Hi dears, welcome back to my YouTube channel. ഇന്നൊരു റെസിനാർ വീഡിയോ ആണ് ചെയ്യുന്നത്. ആൽഫബറ്റ് കൊണ്ടുള്ള ഒരു റെസിൻ കീച്ചെയിൻ വീഡിയോ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് 2 സ്പൂൺ റെസിനും 1 സ്പൂൺ ഹാർണറുമാണ് എടുക്കുന്നത്. 2:1 റേഷ്യോയിലുള്ള ഈ ആർട്ട് എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ഞാൻ റെസിന് ഹാർണർ യൂസ് ചെയ്യുന്നത്. കുറച്ച് സിൽവർ ഫ്ലേക്സും ബ്ലൂ കളർ ഗ്ലിറ്റർ പൗഡറും റോസ് ഗോൾഡ് കളർ ഗ്ലിറ്റർ പൗഡറുമാണ് എടുത്തിരിക്കുന്നത് 3 കപ്പുകളിലായിട്ട്. എന്നിട്ട് അതിലോട്ട് കുറച്ച് റെസിൻ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് ആൽഫബറ്റിൻ്റെ ഓരോ മോൾഡിലും വെച്ചിട്ട് നമുക്ക് ഓരോ ഡിസൈനിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സിൽവർ ഫ്ലേക്സ് കൊണ്ട് ഉണ്ടാക്കിയ റെസിൻ മിക്സ് വെച്ചിട്ടും ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ആൽഫബറ്റ്സ് ഇതുപോലെ ബ്ലൂവും സിൽവറും കോംബോയിൽ നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം റോസ് ഗോൾഡ് മിക്സ് ചെയ്തിരുന്ന റെസിൻ വെച്ചിട്ട് വേറെ കുറച്ച് ലെറ്റേഴ്സ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം റോസ് ഗോൾഡ് മിക്സ് ചെയ്ത ആ റെസിന് ചുറ്റും സിൽവർ ഫ്ലേക്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഗ്ലിറ്റർ പൗഡേഴ്സും സിൽവർ ഫ്ലേക്സും ഒക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആൽഫബറ്റ്സിലെല്ലാം. ഇനി ഇതൊരു 3-4 മണിക്കൂർ ഡ്രൈ ആവാനായിട്ട് വെക്കണം. ഇനി കുറച്ച് റെസിൻ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. 2 സ്പൂൺ റെസിനും 1 സ്പൂൺ ഹാർണറുമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു കപ്പിൽ കുറച്ച് ബ്ലാക്ക് കളർ മിക്ക പൗഡർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് റെസിൻ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ചെയ്തിരുന്ന ആ ഒരു ബേസിന് മുകളിലായിട്ട് ഈ ബ്ലാക്ക് കളർ മിക്ക പൗഡർ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ബ്ലാക്കിൻ്റെ സ്ഥാനത്ത് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ ഓരോ ലെറ്റേഴ്സിലും ബ്ലാക്ക് കളർ റെസിന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓ ലെറ്ററിൻ്റെ മുക്കാൽ ഭാഗത്തായിട്ട് ബ്ലാക്ക് റെസിനും അതുപോലെ ഒരു കാൽ ഭാഗത്തായിട്ട് ട്രാൻസ്പെറൻറ്റ് റെസിനുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ച് റോസ് മിക്ക പൗഡർ ആഡ് ചെയ്തിട്ടുള്ള റെസിൻ മിക്സ് എടുത്തിട്ട് ബാക്കിയുണ്ടായിരുന്ന ലെറ്റേഴ്സിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വയലറ്റ് അതിന് മുകളിലായിട്ട് കുറച്ച് പിങ്ക് കളർ റെസിൻ ആഡ് ചെയ്തതിന് ശേഷം ഒരു ലൈറ്റ് ബ്ലൂ കളർ റെസിനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് 24 hours ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കണം. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടുതലായതുകൊണ്ട് തന്നെ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പാർട്ട് 2 വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ വരാം. അതുവരേക്കും ബൈ.